പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, കർത്താവിന്റെ സുവിശേഷം നമ്മെ ഇന്ന് സ്നേഹത്തോടെ വാത്സല്യത്തോടുകൂടി പറയുന്നത് കുരുടനെ നയിക്കാൻ സാധിക്കില്ല. ഒരു അന്ധനായ മനുഷ്യൻ, കണ്ണു കാണാത്ത മനുഷ്യൻ മറ്റൊരു അന്ധനെ, കണ്ണു കാണാത്ത മനുഷ്യനെ നയിക്കാൻ പറ്റില്ല. അവർ നയിച്ചാൽ രണ്ടുപേരും കുഴിയിൽ വരും. ഗുരുവിനേക്കാൾ വലിയവനല്ല ശിഷ്യൻ. എന്നാൽ ഗുരുവിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനേക്കാൾ വലിയവനായി മാറും. തീർച്ചയായും ഈശോ നമ്മോട് പറയുന്നത് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അറിവ്, ജ്ഞാനം, ആ സ്വീകരിക്കുവാനുള്ള വലിയ തുറവുകൾ, മനസ്സ് എപ്പോഴും ദൈവത്തെ സ്വീകരിക്കാൻ, ദൈവത്തിന് ഇഷ്ടം നിറവേറ്റുക, ദൈവികമായ കാര്യങ്ങൾ നിറവേറ്റുവാൻ നിർവഹിക്കാൻ ഈ ബലി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ പരിശുദ്ധമായ ബലി നമ്മൾ അർപ്പിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ ഈ ബലി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകമാവിധം വലിയ വിളാകം ഏലിയാസ് ഹെർമൻ, പ്രത്യേകമാവിധം ആ കുടുംബത്തിലെ എല്ലാവരെയും പ്രശ്നാമയും, അതുപോലെ ദിലീപ് ഡിംപിൾ കുടുംബാംഗങ്ങളെയും മക്കളെയും, ഏലിയാസ് അതുപോലെ എല്ലാ മക്കളെയും, എലിജ കുടുംബത്തെയും ഈ പരിശുദ്ധമായ ബലിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ എട്ടത്തിൽ ഡാമിയൻ കുടുംബാംഗങ്ങളെയും ഈ ബലിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ബലിയെ പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നത് ലീല മാത്യു, തോമസ് മാത്യു, നിമി തോമസ്, അലോണ തോമസ്, അലാവിയ തോമസ്, ആന്റണി തോമസ് ഈ മക്കളുടെ നിയോഗങ്ങൾ ഓർക്കണം. പ്രത്യേകിച്ച് നെൽസൺ, ഷൈന, നടാഷ, ജോജോലിക്കുന്നു, തോമസ് വെള്ളി, ഷാരൂൺ ഷീൻ, ഹാരി, സന്ദീപ് മഞ്ജു, സുസ്മിത, നവോമി തലേഷ്ക, ദിവ്യ സാബു, ടാനിയപ്പ, ജോസഫ് അർജൻ, ശോഭന മണി, പ്രത്യേകമാമിതം ബേസിൽ ബെഞ്ചമിൻ, പ്ലസി ആന്റണി, മോളി, അശോക് ലക്ഷ്മി, അജു, കാസ്മർ ബീന, അമേയ, മൊയ്ബിൻ അനിയറ്റ, കെവിൻ അനിയന, മാർക്കറിയ ക്രിസ്, റോയ് കുടുംബാംഗങ്ങൾ, അഗസ്റ്റി ലൂസി കുടുംബാംഗങ്ങൾ, സസിൽ, സുബി ജോൺസ്, ജോൺ തിരുനേരത്ത്, സന, സന്ദീപ്, വിമൻ സുജ, എൽ സി, യഷ ജോ പെരേര, ആഷിൽ ലോറൻസ്, നിക്സൺ ജോർജ്, ഫെദിയ ജോ, മിഗൽ അന്ന, ഏലിയമ്മ ജോർജ്, മാത്യു വർഗീസ്, ജോൺ ജോസഫ്, മോളി ജോർജ്, നീനു ജോസഫ്, ഗ്ലാഡിസ് ക്രിച്ചസ് ഈ മക്കളെ എല്ലാവരെയും നിയോഗങ്ങൾ നമ്മളിന്ന് പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാവരെയും മരണമടഞ്ഞ് മരിക്കുന്ന ഓരോ മക്കളെയും കപ്പലോട് നാനിയൽ, ഔസമറിയം, കൊച്ചുവരുത്, സഭയത്ത്, തോമസ്, സഭയത്ത്, വിരോണി, പത്രോസ്, റോസക്കുട്ടി, ദേവസ്വക്കുട്ടി, പ്രത്യേകം മങ്ങാട്ട് ജോസഫ്, മേരി, മടുള ഫ്രാൻസിസ്, ജോബ്, പാപ്പി, ജോൺസൺ, പ്രത്യേകമാവിധ വർഗീസ്, മനുഷ്യ എല്ലാവരും ശുദ്ധിയമാക്കളെയും അവിടെ എല്ലാവരെയും പ്രിയപ്പെട്ടവർക്കാം കരങ്ങൾക്കൊപ്പം നമ്മുടെ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ തെറ്റുകൾ വന്നെങ്കിൽ മാപ്പപേക്ഷിക്കാം. നമുക്ക് ഒരുമിച്ച് ഏറ്റുമല്ലോ സർവശക്തനായ ദൈവത്തോട് സഹോദരരെ നിങ്ങളോട് ഞാൻ ഏറ്റുപറയുന്നു എന്നതാണ് വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാവം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആകിയാൽ ഇതിനെയായ വിശുദ്ധ മറിയത്തോട് എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം കഴിഞ്ഞ് പാവങ്ങൾ പുറത്ത് നമ്മെ ജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, അങ്ങേ പ്രിയപുത്രന്റെ ഹൃദയത്തിന് അഭിമാനിച്ചു ആൾ സ്നേഹത്തിന് വിസ്മരണീയമായ അനുഗ്രഹങ്ങൾ അനുസ്മരിക്കുന്നതിന് ആ സ്വർഗീയ നിറവേന്ന് നിറഞ്ഞ കവിയെന്ന് സ്വീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ
ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. Vice Pablos Apostolൻ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 9-ാം അധ്യായം 16 മുതൽ 19 വരെ വാക്യങ്ങൾ. സഹോദരേ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതെൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സ്വമനസാ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. അങ്ങനെയെങ്കിൽ മറ്റാരുടെയോ നിയോഗത്തിനനുസരിച്ച് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എൻ്റെ പ്രതിഫലം? സുവിശേഷം നൽകുന്ന അവകാശം പൂർണ്ണമായി ഉപയോഗിക്കാതെ പ്രതിഫലം എന്നെയോ സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള സംതൃപ്തി മാത്രം. ഞാൻ നല്ലവരിലും നിന്ന് സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടിയതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു. എല്ലാ പ്രകാരത്തിലും കുറേ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി. സുവിശേഷത്തിൽ ഭാഗഭാക്കാകുന്നതിനായി സുവിശേഷത്തിനു വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു. മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനാർഹരാകുന്നത് ഒരുവൻ മാത്രമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. ആകയാൽ സമ്മാനം ലഭിക്കേണ്ടതിനായി നിങ്ങൾ ഓടുവിൻ. കായിക അഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. അവർ നശ്വരമായ കിരീടത്തിനു വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത്. നാം അനശ്വരമായിരിക്കുന്നതിനു വേണ്ടിയും. ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല. ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായിൽ പ്രഹരിക്കുന്നത് പോലെയല്ല. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതരാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ചു തളരുന്നു. എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. എൻ്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവേ, കുരുകിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി കുഞ്ഞിന് ഒരു കൂടും അങ്ങയുടെ ബലിപീഠത്തിങ്കൽ കണ്ടെത്തുന്നുവല്ലോ. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. എന്നേക്കും അങ്ങേ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജ്യവേദികളുണ്ട്. അവർ കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. ദൈവമായ കർത്താവ് സൂര്യനും പരിചയമാണ്. അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു. പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർ ഒരു നന്മയും അവിടുത്തെ നിഷേധിക്കുകയില്ല. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. കർത്താവേ, അവരെ അങ്ങ് സത്യത്തിൽ വിശദീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷമായ യേശു തന്റെ ശിഷ്യന്മാരോട് ചെയ്തു, കുരുടനെ നയിക്കുവാൻ സാധിക്കുമോ? ഇരുവരും കുഴിയിൽ വീഴുകയില്ല. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, എന്നാൽ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെ ആകും. നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് നീ കാണുകയും
സ്വന്തം കണ്ണിലെ തടിക്കഷത്തെ ഗവനിക്കാതിരിക്കുകയും ചെയ്യുന്നത്? സ്വന്തം കണ്ണിലെ തടിക്കഷം കാണാതിരിക്കുകയും സഹോദര നിന്റെ കണ്ണിലെ കരടിനെ എടുത്തു കളയട്ടെ എന്ന് പറയാൻ നിനക്ക് എങ്ങനെ കഴിയും? അവിടെ നാട്ടിക്കാരാ, ആദ്യമേ നിന്റെ കണ്ണിലെ തടിക്കഷം എടുത്ത് മാറ്റുക. അപ്പോൾ നിന്റെ സഹോദര കണ്ണിലെ കരടെടുത്ത് കളയുവാൻ കഴിയാത്തവരും നിന്റെ കാഴ്ച തെളിയും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സ്നേഹം നിറവേ, നമ്മളെല്ലാവരും ഒന്ന് ചേർന്നർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ വേണ്ടി നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ പിതാവേ, അങ്ങേ പ്രിയപുത്രന്റെ ഹൃദയത്തിലെ അവാച്യമായ സ്നേഹം ഞങ്ങളെ കടാക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സമർപ്പിക്കുന്നത് അങ്ങേക്ക് സ്വീകാര്യമായ കാഴ്ചയും ഞങ്ങളുടെ പാപത്തിന് പരിഹാര ബലിയുമായി തരണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടി, ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കും. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും നേരവും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവും കുരിശിൽ ഉയർത്തപ്പെട്ട് അവിടെ നമുക്ക് വേണ്ടി വിസ്മയനീയമായ സ്നേഹത്താൽ തന്നെ നൽകുകയും സഭയുടെ ഉദാശം നിലനിൽക്കുന്ന ഒത്തുതുറക്കപ്പെടില്ലാവെന്നും ചോരയും നീരും ചൊരിയുകയും ചെയ്തു. അങ്ങനെ രക്ഷകന്റെ തുറന്ന ഹൃദയത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. രക്ഷയുടെ ആ നിലവിൽ നിന്നും എല്ലാവരും സന്തോഷവും പാനം ചെയ്യുവാൻ അങ്ങ് അനുഗ്രഹിക്കുന്നത്. ആകയാൽ എല്ലാ മാലാഖമാരും സകല വിശ്വം ചേർന്ന് എളിമയോടെ ഞങ്ങളും ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാണ്. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകിടന്നതുപോലെ ഈ കാണിക്കകളന്ന് പവിത്രമാണ്. അങ്ങനെ ഇവ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനിക്കുന്നു. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ പാവനമാ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത
ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അത് ചെയ്തു. എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. സ്നേഹമേ, പ്രകാരം തന്നെ താഴെ കഴിഞ്ഞ് വീണ്ടും അങ്ങേക്ക് പ്രകാശിപ്പിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുന്ന എൻ്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, വിശ്വാസത്തിന്റെ രഹസ്യം വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർത്തി ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകിയ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തും അങ്ങയെ തിരുമുമ്പിൽ നിൽക്കാൻ, അങ്ങയെ സ്നേഹിക്കണം ഈ എളിയവരും ഭാവികളുമായ ഞങ്ങളെ അർഹരാക്കി തീർത്തരെ നല്ലവരും ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ നെയ് കൽപ്പിക്കുന്നു. ക്രിസ്തുവിനെ ശരീരത്തിലും രക്തത്തിലും പങ്കിടുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കണം. കർത്താവേ, ലോകമെങ്കിലും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയെ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, അഭിമന്യ ജോസഫ് കുളത്തുപറമ്പിൽ പിതാവിന് വേണ്ടി, മറ്റെല്ലാ കർദിനാൾമാർ, വൈദികർ, സന്യാസികൾ, ആത്മാവിലുള്ള സഭയെ സ്നേഹത്തിലെ പൂർണ്ണെത്തിക്കണം. കരങ്ങൾ കൊപ്പി കണ്ണുകളെ സമർപ്പിക്കും. മറുപടി വേത്രേസ്യ ഒട്ടേക്കുന്നതിന് വേണ്ടി മനുഷ്യ എല്ലാവരെയും സ്വർഗസനെ സ്വീകരിക്കുന്നു. ഈ എളിയവരായ ഞങ്ങളെ ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹ വാർഷികത ആഘോഷിക്കുന്നവരെയും പ്രത്യേക തോമസ് കുടുംബത്തെയും ഹെർമൻ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കുന്നു. ഡാമിയൻ ഗ്രേസ് കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ ദേവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോട് ആ കന്യയുടെ ഭർത്താവ് സർവ്വത്രികയുടെ മധ്യസ്ഥ ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥമായ പിതാവ് അപസ്തലത്തോടും എല്ലാ വിശുദ്ധരുടെ വിദ്യയിലും പങ്കുചേരും. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളെ സ്തുതിക്കുകയും വാഴ്ത്തപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. കരങ്ങൾക്കൊപ്പം ത്രിയേക ദൈവത്തെ ആരാധിക്കാം. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ലൈക്യത്തിൽ എല്ലാ വകയും ആരാധനയും എന്നും എന്നേക്കും. കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഇഷ്ടപ്പെടുപ്പിച്ച പ്രാർത്ഥന ഒരുമിച്ച് ഭക്തി ഉറവേറ്റുമല്ല. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമധേയമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സേ സുഖദയം പോലെ ഭൂമിയിലുമാകണമേ. അന്യയുടെ ആഹാരം ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളെ വീഴുന്നവരെ ഞങ്ങൾ ശ്രമിക്കുന്നതുപോലെ ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ എല്ലാവർക്കും ഉൾപ്പെടുത്തരുതേ, തിന്മയെ രക്ഷിക്കണം. കർത്താവ് എല്ലാ തിന്മകളും ഞങ്ങൾ മോചിക്കണം. ഈ ദിനങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം നൽകണം. അനുഗ്രഹപരമായ പ്രത്യാശയും ഞങ്ങൾ യേശുവിനെ പ്രതീക്ഷിക്കണം. അങ്ങേ കരുണയെ സഹായത്തിൽ ഞങ്ങളെല്ലാവരും തിരുവാസം ഞങ്ങളെപ്പോഴും പാപമോചനാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്റെ കർത്താവായ യേശുവേ, അങ്ങ് അപ്പോസ്തലന്മാരെ ചെയ്തു ഞങ്ങളെ പാപങ്ങളെല്ലാം പിരിയും. അങ്ങേ സഭയുടെ വിശ്വാസങ്ങൾ മാത്രം അങ്ങേ തിരുവള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനം ഐക്യവും ലഭിച്ചറിയാം എന്നത് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേടുകൊള്ളണമേ. കർത്താവ് സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം കർത്താവ് സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ
രാജ്യത്തിന് ക്ഷണിക്കപ്പെട്ട നമ്മളെല്ലാവരും ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങനെ വാക്ക് ചിരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുസ്വയങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുവാനാകട്ടെ. ആമേൻ. കർത്താവായ യേശുവേ, പിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ രാജാവായി എഴുന്നള്ളണമേ. അങ്ങിൽ നിന്ന് ഒരിക്കലും വേർപിരിയുവാൻ ഞങ്ങൾ അനുവദിക്കരുതേ. ആമേൻ. ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പ്രാർത്ഥന ദൈവത്തിന് മുമ്പിൽ കാരുണ്യപൂർവ്വം
അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആഹാരം ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മാർന്ന മറിയമേ സ്വസ്തി, കർത്താവേ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടവളാകും. അങ്ങയുടെ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെടവളാകും. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങളുടെ അപേക്ഷ പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ തിരുസുധരേ സംരക്ഷകനായി ഞങ്ങൾ വളരെ ദിവസം കൃപയുണ്ടായിരിക്കട്ടെ. ഞങ്ങളെ കർത്താവ് അങ്ങയുടെ പുത്രനായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് പ്രകാശനീയം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ സഹായികർത്താവിന്റെ നാമത്തിൽ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാം. ക്ലേശയും ദുഃഖരാശ്വാസമായ ദൈവം അങ്ങേ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം. ഞങ്ങളെല്ലാവരും ഹൃദയസമാധാനം സ്വർഗീയാനുഗ്രഹം സരികാലികം പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പറഞ്ഞിടയാണ്. ഇത് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ.
ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ.